കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിലൻഡിൻ്റെ പാർലമെൻറ്റിൽ അവിടുത്തെ ഒരു MP ഒരു പ്രകടനം നടത്തി. ഒരു ലേഡിയാണ്. മവോരി ട്രൈബ് എന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള MP. മവോരികൾ ന്യൂസിലൻഡിലെ തനതായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. അതായത് അവരാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ അവിടെ ചെന്ന് അധിനിവേശം നടത്തുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ അവിടെ പോയി മാവോരികളെയൊക്കെ കൊന്ന് അധിനിവേശം നടത്തി ആ രാജ്യം അവരുടെയാക്കി. അപ്പോൾ ഒരു എഗ്രിമെൻ്റൊക്കെ പിന്നീട് ഉണ്ടായിരുന്നു, അവർ ഈ മാവോരികൾ ബാക്കിയുള്ളവരെ സംരക്ഷിക്കുമെന്നൊക്കെ. പക്ഷേ അതിൽ വീണ്ടും വെള്ളം ചേർക്കാൻ വേണ്ടിയുള്ള നിയമം വന്നപ്പോഴാണ് ആ മവോരി MP വളരെ രോഷത്തോടുകൂടി ആ നിയമ കാര്യങ്ങളൊക്കെ വലിച്ചു കീറി പ്രകടനം നടത്തിയത്. ലോകശ്രദ്ധ ആകർഷിച്ചു. തനതായ സംസ്കാരത്തിന് വേണ്ടി ഉള്ള ഒരു ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ആവശ്യം പ്രകടിപ്പിക്കൽ. ലോകത്ത് പലയിടത്തും ഇങ്ങനെ തനതായ സംസ്കാരം ആവശ്യമാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കും നിലനിൽപ്പിനും ഒരു ആത്മാഭിമാനത്തിനുമൊക്കെയുള്ള തിരിച്ചറിവുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും മോഹൻ ഭഗത് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം അയോധ്യ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോഴാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം ഇന്ത്യയുടെ ആത്മാഭിമാനം, സ്വ അത് വീണ്ടെടുത്തത് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ 2024 ജനുവരിയിൽ നടത്തിയപ്പോഴാണ്. അപ്പോൾ ഈ തനതായ സംസ്കാരം ഓരോ രാജ്യത്തിൻ്റെ ഒരു വളർച്ചയ്ക്കും ആത്മാഭിമാനത്തിനും ഈ അധിനിവേശത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പിനും ഒക്കെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. തനതായ സംസ്കാരം ഇന്ത്യക്ക് 5000 വർഷം മുമ്പ് കിട്ടി എന്ന് ആണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ മുനിമാരും ഋഷിമാരും എല്ലാവരും അവരുടേതായ ഒബ്സർവേഷൻ, ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അവർ നടത്തി, കണ്ട കാര്യങ്ങൾ, അവരുടെ അനുമാനങ്ങളൊക്കെ അവർ കുറിച്ച് വെച്ചു. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാലവും നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ മഹർഷിമാരും ഋഷിമാരും ഒക്കെ അതുപോലെ യോഗികളും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ശാസ്ത്രീയമാണോ? നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അന്വേഷണമാണ്, സീക്കിങ്. അല്ലാതെ എന്തെങ്കിലും അന്ധമായിട്ട് വിശ്വസിക്കുന്നതിലല്ല, സീക്കിങ് ആണ്. അപ്പോൾ ഈ അന്വേഷണം, തേടൽ, ആ ഒരു പ്രക്രിയയിൽ കൂടി ആണ് നമ്മുടെ മഹർഷിമാരും മുനിമാരുമൊക്കെ നമുക്ക് അറിവുകൾ നേടിത്തന്നത്. ആ അറിവുകളാണ് നമ്മളെ വിദ്യാസമ്പന്നരാക്കിയത്, സംസ്കാര സമ്പന്നരാക്കിയത്. അങ്ങനെയാണ് നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ്, വളരെ പുരാതനമായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അവർ ഈ അന്വേഷണം അല്ലെങ്കിൽ തേടൽ എന്ന് പറയുന്നത് ഇന്നത്തെ സയൻസിലല്ലേ, ശാസ്ത്രത്തിൽ നമ്മൾ എക്സ്പ്ലറേറ്ററി റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച് അല്ലെ കോസൽ റിസർച്ച് എന്നൊക്കെ പറയുന്ന ആ പ്രക്രിയ തന്നെയാണ്. അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നോ അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്നോ ഒക്കെ പറയുന്ന ആ വിധത്തിലും ആക്ഷൻ റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, ഇതൊക്കെയാണ് പണ്ട് ഋഷിമാരും ഒക്കെ അവർ നടത്തിയിരുന്ന ആ ഒരു അന്വേഷണ പ്രക്രിയ. അപ്പോൾ അവരുടെ കണ്ടെത്തലുകൾ അവർ എഴുതി, അത് നമുക്ക് ഇപ്പോൾ പല അറിവുകളായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആപ്തവാക്യങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തനതായ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു അറിവുകളാണോ ഇന്ന് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകുന്ന നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ? നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ഇന്ന് കുറേയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പ്രധാനമായിട്ടും 3 വെല്ലുവിളികളാണ് നമ്മളുടെ സംസ്ഥാനം നേരിടുന്നത്. ഒന്ന്, അത് നമ്മളുടെ ഇന്ത്യയുടെ തനതായ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ അല്ലെ നമ്മുടെ തനതായ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൻ്റെ അറിവുകൾ പകർന്നു നൽകുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ അല്ല, അതിനെതിരായിട്ടുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന 2 മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, നമ്മുടെ സ്കൂൾ ലെവലിലുള്ള വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന അസംബ്ലിയിൽ അക്രമവും അതുപോലെ പൊതുമുതൽ നശിപ്പിക്കലുമൊക്കെ നടത്തിയ ആളെന്നുള്ള ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി.
ഇനി അടുത്ത വിദ്യാഭ്യാസ മന്ത്രി അവർ പ്രൊഫസറാകാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കൊണ്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി അങ്ങനെ ഒരു താല്പര്യമുള്ള പവറുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചു. പിന്നെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന കോളേജിലെ സ്ഥാനമാനങ്ങളൊക്കെ അവർ അധർമ്മത്തിൽ കൂടിയാണ് നേടിയത് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ നമ്മളുടെ രണ്ട് മന്ത്രിമാരും, വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന രണ്ട് മന്ത്രിമാരും ധർമ്മമാണോ അധർമ്മമാണോ അവരുടെ മുഖമുദ്ര. അവരുടെ പല ചെയ്തികളും പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അധർമ്മമാണ് നയിക്കുന്നത്, അതാണ്, അല്ലാതെ ധർമ്മമല്ല അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കാര്യം എന്ന് നമുക്ക് കാണാം. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് ഉള്ള നയങ്ങളും തീരുമാനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും? അത് കേരളം നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി ആദ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടി വരുന്നു. കുട്ടികളിങ്ങനെ ഇവിടം വിട്ട് ഇവിടെ നിന്നിട്ട് രക്ഷയില്ല, ഇവിടെ പഠിച്ചിട്ട് രക്ഷയില്ല. പണ്ട് കാലത്തേക്ക് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്ന പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിനോ അല്ലെ PhDക്കോ അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഗ്രാജുവേഷൻ വരെ പോകുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് അതിന് 11-12 തന്നെ കേരളത്തിന് പുറത്തൊക്കെ പോയി പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി വരികയാണ്. കാരണം ഇവിടെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ കുറവാണ്. പണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിരുന്നു. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അത് പിന്നീട് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് വന്ന് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മളുടെ കുട്ടികളെ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വിദ്യാഭ്യാസം? നമുക്ക് ഇവരെ കൊണ്ട് പ്രയോജനം കിട്ടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസം നൽകുന്നത്? നമ്മൾ അടുത്ത കാലത്ത് അമേരിക്കയിൽ H1B1 വിസയുടെ ഒരു കോൺട്രവേഴ്സി കണ്ടിരുന്നത്, ഇങ്ങനെ എല്ലാവരും പുറത്താക്കുമെന്നൊക്കെ. പക്ഷേ പിന്നീട് അവിടുത്തെ ഇപ്പോഴത്തെ നിയുക്ത പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇല്ല, H1B1 നമുക്ക് വേണം, കഴിവുള്ളവരെ ഇവിടെ വേണം, അവിടെ പുറത്തുനിന്ന് ഇവിടെ പഠിക്കാൻ വരുന്നവരെ അവരിവിടെ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷം ചെയ്താൽ അല്ലെങ്കിൽ PhD ചെയ്താൽ അവരെ ഇവിടെ നിർത്തുമെന്നൊക്കെയുള്ള, കാരണം ടാലൻസ് അവർക്ക് വേണം. പക്ഷെ നമ്മുടെ ഇവിടുന്ന് ഈ ടാലൻ്റ് ഉള്ളവരൊക്കെ ഒരുവിധം പറ്റുന്നവരൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. കാരണം ഇവിടെ രക്ഷയില്ല. അത് നമ്മൾ കേരളം നേരിടുന്ന രണ്ടാമത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളിയാണ്. കാരണം സംസ്കാരത്തിലൂന്നിയ ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മളുടെ ഇവിടുത്തെ ചില അഴിമതികൾ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. കോപ്പിയടി, വ്യാജ സർട്ടിഫിക്കറ്റ്, മാർക്ക് ദാനം, മാർക്ക് തട്ടിപ്പ്, അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്. അതുപോലെ പരീക്ഷ ചോദ്യപേപ്പറിൽ അത് പുറത്താകുന്നു, അതിൽ തട്ടിപ്പുകൾ, അങ്ങനെ എന്തെല്ലാം അഴിമതികൾ മാത്രം കേൾക്കുന്ന ഒരു വകുപ്പായി അല്ലെങ്കിൽ ആ ഒരു കാര്യമായി നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. ഒരു സ്കൂളിൽ അധ്യാപകനാകാൻ കൈക്കൂലി കൊടുക്കണം, അഡ്മിഷന് കൈക്കൂലി കൊടുക്കണം, അതുപോലെ ഒരു സ്കൂളിനോ കോളേജിനോ ഒക്കെ ഉള്ള അനുമതികൾ കിട്ടുന്നതിന് കൈക്കൂലികൾ കൊടുക്കണം. അങ്ങനത്തെ ഒരു അഴിമതിയിൽ അധിഷ്ഠിതമായ ഒരു കാര്യമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത, അതിലധിഷ്ഠിതമല്ലാത്ത ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗുണവുമില്ല. ഇന്ന് തന്നെയല്ല, ഈ കുറേയധികം വിരുദ്ധ പ്രവർത്തനങ്ങളും വിരുദ്ധ ചിന്തകളുമൊക്കെയാണ് ഇന്നത്തെ തലമുറകളിൽ വരുന്നത്. അങ്ങനത്തെ ഒരു അഡിക്ഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ട്. അടിസ്ഥാനമായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസം തുടരുന്നിടത്തോളം കാലം നമുക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടാകത്തില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതാര് ചെയ്യും? നമ്മുടെ കാൾ മെനിഞ്ചർ പറഞ്ഞൊരു ഒരു വാചകമുണ്ട്, വാട്ട് ദ ടീച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ഹി ഓർ ഷീ ടീച്ചേഴ്സ്. കാൾ മെനിഞ്ചർ പറഞ്ഞതാണ്, വാട്ട് ദ ടീച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ഹി ഓർ ഷീ ടീച്ചേഴ്സ്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ, വാട്ട് ദി മിനിസ്റ്റർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ദേ ടീച്ചേഴ്സ് ഓർ വാട്ട് ദേ ടെല്ലസ്. അപ്പോൾ നമ്മുടെ മന്ത്രിമാർ പല പല കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ അവരെന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.